തീപിടുത്തമുണ്ടായ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് ഫയർ NOC ഉണ്ടായിരുന്നില്ല എന്ന ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് വിഭാഗമാണ് വ്യക്തത വരുത്തേണ്ടതെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. നോക്കിയിരുന്നു. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റ് സോഴ്സുകളൊന്നും കാണാനില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോറൻസിക് സ്റ്റഡിയിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ദുരൂഹത എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇത് കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് തീ പിടിച്ചിട്ടുള്ളത്. ഇത് അനധികൃതമാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതായത് ഫയർ സർവീസിൽ നിന്ന് അവർക്ക് ഈ ബിൽഡിങ്ങിന് NOC നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനധികൃതമാണോ അല്ലെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്തൊക്കെയാണ് പ്രാഥമിക വിലയിരുത്തൽ? ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫയർ NOCയുടെ പ്രശ്നങ്ങൾ, ഷോർട്ട് സർക്യൂട്ടൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ ഈ കച്ചവട പങ്കാളികൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കം, തുടർച്ചയായി അവർ തമ്മിൽ ചില തർക്കങ്ങളും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അതൊക്കെ ചേർത്തൊരു സമഗ്ര അന്വേഷണത്തിനാണെന്ന് തോന്നുന്നു വിവിധ സംവിധാനങ്ങൾ ഒരുമിച്ച് നോക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, രണ്ട് തലത്തിലുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് പോലീസ് അന്വേഷണം നടക്കുന്നു, മറ്റൊന്ന് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ഒക്കെ പരിശോധന നടക്കുന്നു. ഇത്തരത്തിൽ രണ്ട് അന്വേഷണമാണ് നടക്കുന്നത്. ഇത് പോലീസിൻ്റേത് കസബ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഷോപ്പിൻ്റെയും ഈ വസ്ത്ര വ്യാപാരശാലയുടെ പാർട്ട്ണർമാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു തീപിടുത്തത്തിന് കാരണമുണ്ടോ എന്ന് കസബ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ദുരൂഹതയൊന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണം എന്ന ഒരു പ്രാഥമിക നിഗമനമാണുള്ളത്. അതുതന്നെയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച ജില്ലാ ഫയർ ഓഫീസറും പറഞ്ഞിട്ടുള്ളത്. ദുരൂഹത ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല മറ്റ് നിഗമനങ്ങളിലേക്കും എത്താൻ കഴിഞ്ഞിട്ട് എന്തുതന്നെയായാലും വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കാരണം തീപിടുത്തത്തിൻ്റെ പറയാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തെയും രണ്ടാമത്തെയും നിലകളിൽ നിന്നാണ് തീ പടർന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീ പടർന്നത് രണ്ടിടങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് കാരണമാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇവരുള്ളത്. ജില്ലാ ഫയർ ഓഫീസർ നാളെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഫയർഫോഴ്സ് ഏറെ ശ്രമകരമായി ഒരു പ്രയത്നത്തിനൊടുവിലാണ് ഈ തീപിടിച്ച ഈ കെട്ടിടത്തിന് ഉൾവശത്തേക്ക് എത്തിയത്. അതിന് അവർ കാരണമായി പറയുന്നത് ചുറ്റിലും ഫ്ലെക്സ് ബോർഡുകളെല്ലാം വെച്ച് കെട്ടിയടയ്ക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് എത്താൻ വൈകി എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മിനിറ്റകം തന്നെ ഫയർ സ്റ്റേഷനിൽ കോൾ എത്തുന്നു. അതിന് പിന്നാലെ 3 മിനിറ്റകം തന്നെ ഇവിടെ എത്തി എന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും ഈ ഫയർ ഓഫീസർ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്നലെ നമ്മൾ കണ്ടത് കോഴിക്കോട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തീപിടുത്തമാണ്. നേരത്തെ തീപിടുത്തമെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 7 മണിക്കൂറിനപ്പുറത്തേക്ക് തീ നിയന്ത്രണ വിധേയമാകാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്തുതന്നെയായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഫയർ ഓഫീസർ സമർപ്പിക്കും. ഫോറൻസിക്കിന്റെ പരിശോധന ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടാകും. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്.